ഏത് സമയമാണ് പഠിക്കാൻ ഏറ്റവും നല്ലത്? ഏത് സമയത്ത് പഠിച്ചാലാണ് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുക? ഏത് സമയത്ത് പഠിച്ചാലാണ് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുക? ഈ ഒരു സംശയം ഇപ്പോൾ +2 ക്ലാസ്സുകൾ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ +2 ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏതാണ് ഏറ്റവും മികച്ച സമയം പഠിക്കാനായിട്ട് എന്നുള്ളതിൻ്റെ സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇറ്റ്സ് മീ നാഫി. വെൽക്കം ടു എഡ്യൂപോഡ് +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. അതിന് മുന്നേ നിങ്ങൾ 3 കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾ ആഴ്ചയിൽ എത്ര ദിവസം പഠിക്കാറുണ്ട്? ആദ്യത്തെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി പഠിക്കുന്ന ഓരോ ദിവസവും നിങ്ങൾ എത്ര സമയം വെച്ച് പഠിക്കാറുണ്ട്? മൂന്നാമതായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ടഫായിട്ടുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണ്? ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഈ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള സമയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പഠിക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ പീപ്പിൾ ആണ്. ആളുകൾക്കനുസരിച്ച് ആ സമയം മാറും. ചില ആളുകൾക്ക് രാവിലെ പഠിച്ചാലായിരിക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റുക, ചില ആളുകൾക്ക് രാത്രി പഠിച്ചാലായിരിക്കും നന്നായിട്ട് പഠിക്കാൻ. അത് ഓരോരുത്തർക്കും അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. അതായത് ചില ആളുകൾക്ക് രാവിലെ നന്നായിട്ട് പഠിക്കാൻ പറ്റും, ചില ആളുകൾക്ക് രാത്രി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയമാണ് പഠിക്കാൻ ഏറ്റവും നല്ലതെന്ന് അറിയാൻ നിങ്ങളൊരു എക്സസൈസ് എടുത്ത് നോക്കണം. അതായത് നിങ്ങൾ 2 സമയങ്ങളിലായിട്ടൊന്ന് പഠിച്ചു നോക്കുക. ഒന്നാമത് മോർണിംഗ് 6 to 8, അതായത് മൺഡേ ടു വെനസ്ഡേ, തിങ്കൾ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങളിൽ 6 to 8, 6 മുതൽ 8 വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. മൺഡേ ടു വെനസ്ഡേ കേട്ടോ. തിങ്കൾ മുതൽ ബുധൻ വരെയുള്ള സമയങ്ങളിൽ 6 to 8 അഥവാ 6 മുതൽ 8 വരെയുള്ള സമയത്ത് രാവിലെ ഒന്ന് പഠിച്ചു നോക്കുക. ആ പഠിക്കുമ്പോൾ ഏറ്റവും ടഫായിട്ടുള്ള വിഷയങ്ങളൊന്ന് പഠിച്ചു നോക്കുക കേട്ടോ. ഇനി തേഴ്സ്ഡേ ടു സാറ്റർഡേ, വ്യാഴം മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, രാത്രി ഒന്ന് പഠിച്ചു നോക്കുക. 7 to 9:30, 7 മുതൽ 9:30 വരെ രാത്രി ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു നോക്കട്ടെ. ഇപ്പോൾ തേഴ്സ്ഡേ ടു സാറ്റർഡേ, വ്യാഴം മുതൽ ശനി വരെയുള്ള സമയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, രാത്രി ഒന്ന് പഠിച്ചു നോക്കുക. അപ്പോൾ ഈ പഠിക്കുന്നത് ടഫായുള്ള വിഷയം പഠിക്കണം. എന്നിട്ട് ഈ ഒരു ആഴ്ച നിങ്ങളൊരു ഫോളോ ചെയ്തതിന് ശേഷം, അടുത്തൊരാഴ്ച നിങ്ങൾ ഈ ഒരു ടൈം ഷെഡ്യൂൾ ഫോളോ ചെയ്തതിന് ശേഷം ഇതിൽ ഏത് സമയത്താണ് നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ പറ്റുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതിൽ ഏത് സമയത്ത് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നത്, ഇതിൽ ഏത് സമയത്ത് പഠിക്കുമ്പോഴാണ് നന്നായിട്ട് മനസ്സിലാകുന്നത്, ഇതിൽ ഏത് സമയത്ത് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്, ആ സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ ഏറ്റവും നല്ല സമയം. അപ്പോൾ ഏത് സമയമാണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്താൻ പറ്റും. അതായത് നിങ്ങളൊരു 1 വീക്ക് എന്ത് ചെയ്യുന്നു, ഈ ഒരു റുട്ടീൻ എന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു. ഈ ഒരു 1 വീക്ക് നിങ്ങൾ ഈ റുട്ടീൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു 1 വീക്ക് നിങ്ങൾ ഈ റുട്ടീൻ ഫോളോ ചെയ്ത് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാകും രാവിലെയാണോ രാത്രിയാണോ നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, സെറ്റ് ആവും കേട്ടോ. അപ്പോൾ മക്കളെ, ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ടൈം ഒന്ന് കണ്ടെത്തുക. നിങ്ങൾക്ക് നല്ലൊരു സ്റ്റഡി ടൈം ടേബിൾ വേണം പഠിക്കാനായിട്ട്. നിങ്ങൾക്ക് ഒരു അടിപൊളി സ്റ്റഡി ടൈം ടേബിൾ വേണമെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. ഞാൻ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റഡി ടൈം ടേബിൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക. നിങ്ങൾ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ, ഈ സയൻസിലുള്ള ആളുകളാണെങ്കിലും കാണുന്ന പ്രശ്നമില്ല, നിങ്ങൾക്ക് പഠിക്കാൻ ഒരു സ്റ്റഡി ടൈം ടേബിൾ വേണമെങ്കിൽ ഞാനൊരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്കൊന്ന് ഫോളോ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ലിങ്ക് കിട്ടാനായിട്ട് എൻ്റെ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചു. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റാക്കി എടുക്കുക. നിങ്ങളൊന്ന് 1 വീക്ക് കഴിഞ്ഞ് എനിക്കൊന്ന് മെസ്സേജ് അയക്കണം എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക്. നിങ്ങൾ രാവിലെയാണോ രാത്രിയാണോ പഠിക്കുന്നത് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കൊക്കെ പഠിക്കാൻ ഏത് സമയമാണ് നല്ലതെന്നുള്ള അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.